ഇത് ഇന്നലെ ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ പൂച്ച കയറിയിരുന്ന് ജാമായതാണ്. ആ വണ്ടിയുടെ താഴത്ത് ആ ലോവർ ആമിൻ്റെയും ബോൾ ജോയിൻറ്റിൻ്റെ ഇടയിലായിട്ടാണ് ഈ പൂച്ച കയറിയിരുന്ന് ജാമായത്. വണ്ടി റൺ ചെയ്ത് തുടങ്ങിയ സൗണ്ട് കേട്ട് സ്പോട്ടിൽ തന്നെ വീട്ടിലോട്ട് റിട്ടേൺ വന്ന് ആദ്യം ബോണറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നെ ബ്ലഡ് നോക്കി താഴത്തെ ഏരിയയിൽ നോക്കിയപ്പോഴത്തേക്കാണ് പൂച്ച ജാമായി കിടക്കുന്നത് കാണുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്. ഇത് വല്ലപ്പോഴും യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ പെറ്റ്സൊക്കെ നോക്കുമ്പോഴത്തേക്ക് മൂവ് ചെയ്യാതെ കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അപ്പോൾ അവർ അതിൽ കയറിയിരിക്കും. വല്ലപ്പോഴൊക്കെ വണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോണറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, വണ്ടി റാൻഡമായിട്ടൊന്ന് ഇൻസ്പെക്ട് ചെയ്യുക. പറ്റുമെങ്കിൽ റെഗുലറായിട്ട് എല്ലാ ദിവസവും വണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ വീക്ക്ലി 2 ടൈംസ് എങ്കിലും വണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറക്കുക. വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വണ്ടീനെക്കാട്ടി ഏറ്റവും നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഒരു കാറിൻ്റെ സ്റ്റാൻഡേർഡ് രീതി എന്ന് പറയുന്നത് ഒരു ഇയർലി ഒരു 10,000 കിലോമീറ്റർ ഓടിക്കുക. ഇത് ഓടിച്ചാലും ഇല്ലെങ്കിലും വർഷാവർഷം വണ്ടി സർവീസ് എന്തായാലും ചെയ്യണം. രണ്ട് വണ്ടികൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വണ്ടി 5 വർഷം കൊണ്ട് ഒരു 10,000 അല്ല 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മറ്റേ വണ്ടി 5 വർഷം കൊണ്ട് ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷൻ. നോർമലി അതിനാണ് ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂയും കിട്ടുന്നത്. ഇതിൻ്റെ മെക്കാനിക്കൽ പാർട്സും ഇലക്ട്രിക്കൽ ഐറ്റംസൊക്കെ റെഗുലറായിട്ട് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഇത് കിടന്ന് കംപ്ലൈൻ്റ് ആയി പോകത്തതേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഇത്രയും ചിന്തിക്കുക, നമ്മൾ മാസാമാസം EMI അടയ്ക്കുന്ന, ഇത്രയും പൈസ മുടക്കി വണ്ടി എടുക്കുന്ന, വർഷാവർഷം സർവീസ് ചെയ്യുന്ന, ഒന്നുമില്ലെങ്കിലും വർഷാവർഷം ഇത്രയും പൈസ ചിലവാക്കുന്ന വണ്ടിയുടെ മുകളിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലെങ്കിലും വീക്കിലി 1-2 റൗണ്ട് വണ്ടി ചുമ്മാ എടുത്തുകൊണ്ട് പോയിട്ട് വരിക. മാക്സിമം ഒരു 500 പെട്രോൾ ചിലവാകും.